ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയും, ഡെയിലി വ്ളോഗ് എന്നൊക്കെ പറയാം. അങ്ങനെ രാവിലെ തന്നെ എണീച്ചു, കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തൊക്കെ നോക്കി, ഒന്ന് പുറത്തേക്കൊക്കെ എണീച്ച് കുറച്ച് വെയിലൊക്കെ കൊണ്ടു. അങ്ങനെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി നോക്കിയിട്ടോ. ദോശ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ദോശ വേണ്ട, എന്തോ ദോശ തന്നാൽ മൂടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, പഴം വാട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ തീ കുറച്ച് കൂടിപ്പോയിട്ട് ആവിയും പുകയൊക്കെ വരുന്നത് ഭാഗ്യത്തിന് കത്തിപ്പോയിട്ടില്ല ഗൈസ്. അങ്ങനെ ഞാനിത് പഴമൊക്കെ വാട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് പഴം കുറച്ചും കൂടെ കരിഞ്ഞിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ പഴവും വാട്ടി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കാപ്പിയും. അപ്പം അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, എനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നോമ്പിൻ്റെ ബാക്കി കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ തട്ടിക്കൊട്ടലും പരിപാടികളൊക്കെ എടുത്ത ആ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതായത് കുപ്പികളൊന്നും കഴുകി വെച്ചിട്ടില്ല കേട്ടോ. കുപ്പികളും പാത്രങ്ങളൊക്കെ പിന്നെ കഴുകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം മെനക്കേടുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് ഞാൻ വിചാരിച്ചു, ഇപ്പം നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന കുപ്പികളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന്. എന്തായാലും നല്ലൊരു ദിവസമൊക്കെ അല്ലേ, അപ്പം അതും കൂടെ ഒന്ന് കഴുകി വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് പണിയൊക്കെ ഫിനിഷ് ആവും കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അളവൊക്കെ ഇങ്ങനെ സിങ്കിൽ പെറുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് വേണം ബാക്കി ഇത്ത പൊടികളൊക്കെ അതിലേക്ക് തിരിച്ച് നിറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അളവത്തെ പൊടികളും കാര്യങ്ങളൊക്കെ മാറ്റി ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കി വെച്ചിട്ട് എന്നിട്ട് ഞാൻ എന്താക്കി, ആ അളവൊക്കെ എടുത്ത് നല്ലോണം കഴുകി വെക്കുകയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം തട്ടിക്കൊട്ടിയ സമയത്ത് നമ്മൾ അളവൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് വെക്കുന്നതായിരുന്നു കേട്ടോ. അളവൊക്കെ തേച്ച് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചു. ഇനി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഈ കിണറിൻ്റെ ഇവിടെ പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ വേഗം ഉണങ്ങി കിട്ടും. ഞങ്ങളെ കിണറകത്താണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾക്കിങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് നല്ല അസലായിട്ട് വെള്ളം കോരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. വേഗം ഉണങ്ങിയും കിട്ടും, എന്നാലേ ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ അതിലേക്ക് പിന്നെ ഇട്ട് വെക്കാൻ പറ്റുള്ളൂ. ഗൈസ്, ഇന്നലെ എൻ്റെ മകൾ മാന്തിയ പാടാണിത്, കാണുന്നുണ്ടോ? കേട്ടോ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ അന്നേരം ഞാൻ വിചാരിച്ചു, പിന്നെ എനിക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു കറിയാണ് കേട്ടോ. മീനിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ മീൻ പൊരിച്ചതൊക്കെ ചില കഷ്ണങ്ങളൊക്കെ കൂട്ടുന്നല്ലാണ്ട് മീനിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. മുട്ട ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ സാധാരണ എനിക്ക് കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാധാരണ മുട്ടച്ചോറാണ് ഉണ്ടാക്കാറ്. അപ്പം ഇന്നും ഞാൻ വിചാരിച്ചു എന്തായാലും മുട്ടച്ചോറാക്കാമെന്ന്. അങ്ങനെ ഞാൻ അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിയാണ് കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞ് അളുകളൊക്കെ കഴുകി വെച്ചിട്ടോ. നേരത്തെ കാണിച്ചതിലും കുറച്ചും കൂടെ അളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി, അതൊക്കെ പോയി കഴുകി ഉണക്കാനിട്ടു. ഇപ്പം അത് ഉണങ്ങിയിട്ട് വേണം ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ അതിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയാണ്, പിന്നെ ഇനിയിപ്പോൾ എന്താ പരിപാടി ഉള്ളതെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ അത് മറന്നുപോയി ഗൈസ്. ഞാൻ അതേപോലെ കുറേ ആയി വിചാരിക്കുന്നു കേട്ടോ, ക്യാരമൽ പുഡിങ് ഉണ്ടാക്കണം, ബ്രെഡിൻ്റെ ക്യാരമൽ പുഡിങ് ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും അതും കൂടെ ഉണ്ടാക്കാം. അങ്ങനെ ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും ചിലപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഷോർട്സ് എടുക്കും കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇതാ കാണിച്ചിടാം. ഇവിടെ മുട്ടച്ചോറിനുള്ള ഉള്ളിയും തക്കാളിയും അതേപോലെ മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് മുട്ടച്ചോറാക്കിയിട്ട് വേണം എന്താ പറയുക, ക്യാരമൽ പുഡിങ്ങിന് പണി നോക്കാൻ. ഇതുണ്ടോ. അപ്പം ഞാനിതൊക്കെ കൂടെ മിക്സാക്കി. ഇനിയിപ്പം വേഗം മുട്ടച്ചോറും ആക്കി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കാണാം. ഓക്കെ ഗൈസ്, എൻ്റെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഞാൻ കഴിച്ചിട്ട് ബാക്കി പരിപാടീസ് കാണാം. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്രെഡ് മിൽക്ക് പുഡിങ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു പണിയിലായിരുന്നു കേട്ടോ. അതായത് ഇവിടെ ഞാൻ ഇതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഉണ്ടാക്കിയതിന് ശേഷം എന്താ പറയുക, സക്സസ് ആവുമോ അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കണം, എന്നിട്ട് വേണം കാരമൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ബാക്കി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനൊരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മിക്സ് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് മിൽക്ക് പുഡിങ് അപ്പുറത്തായി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ അതൊക്കെ അടുപ്പത്ത് വെച്ചു.
കാണിച്ചുതരാം. ഇതുണ്ടോ, ഞാൻ അതിൻ്റെ മേലെ കുറച്ച് കാണാനുള്ള ഒരു എന്താ പറയുക, ഇനി ചതക്കുന്നൊരു സംഭവമല്ലേ, അത് കയറ്റി വെച്ചിട്ടുണ്ട്. പാവി പുറത്തേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാട്ടോ. ഇനി അത് ഫ്ലോപ്പ് ആവോ സക്സസ് ആവോ എന്നൊന്നും അറിയില്ല. ഫ്ലോപ്പായാൽ ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും, സക്സസ് ആയാൽ സന്തോഷം ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ, ഞാൻ അങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് കുക്കിങ്ങിനോട് താല്പര്യമില്ല കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് കുക്കിങ് ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഓരോ സാധനങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നോക്കാം എന്തായാലും സക്സസ് ആവോ ഫ്ലോപ്പ് ആവോ കണ്ടറിയാം. അപ്പോൾ നമ്മളെ പുഡിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും ഞാൻ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, പക്കാ ഫ്ലോപ്പ് എന്നല്ല ഞാൻ പറയുന്നത്. സംഭവം അതേപോലെ തന്നെ ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. സെറ്റായിട്ട് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പാത്രത്തിൽ വേറൊരു പാത്രം ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ സംഭവം വെച്ചത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ നമ്മൾ പുഡിങ്ങിൻ്റെ സംഭവം വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ പുഡിങ്ങിൻ്റെ പാത്രം ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് എന്താ പറയുക, പുഡിങ് ഇങ്ങനെ എന്താ പറയുക കറക്റ്റ് ലെവലല്ലാണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിനാണ് ഉണ്ടായിട്ടുണ്ടായത്. പക്ഷേങ്കിൽ ടേസ്റ്റോ സംഭവത്തിനോ ഒരു മാറ്റവും ഇല്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാനതൊക്കെ ചെറിയ ചെറിയ പീസാക്കി എടുത്തപ്പം എനിക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് വെക്കുന്ന സമയത്ത് നമ്മൾ പാത്രം ചെരിഞ്ഞു പോകാണ്ട് നോക്കുക. പിന്നെ നമ്മൾ ആവി പുറത്തേക്ക് കിടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ആ ഒരു 2 മിസ്റ്റേക്ക് എൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ടായി. പക്ഷേങ്കിൽ എനിക്ക് സാധനം അതേപോലെ സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഞാനിപ്പോൾ ഇത് എൻ്റെ ഷേപ്പ് വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പീസ് ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ നമുക്ക് തണുത്തതിന് ശേഷം എടുത്ത് കഴിക്കാം. സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇത് ഞാൻ തന്നെ ഇട്ട പൈനാപ്പിളാണ്, ഞാൻ തന്നെ കഴിച്ച് തീർക്കുന്നത്. നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഈവനിങ് ആയപ്പം ഉമ്മ നല്ല പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിന്ന് ബറാത്തായതുകൊണ്ട് തന്നെ ഇന്ന് ബറാത്തിൻ്റെ രാവിലെ അപ്പം പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രാത്രിക്കേക്ക് കപ്സയായിരുന്നു. കപ്സ ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഫസ്റ്റ് ടൈമാണ്, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.